ഹലോ, അപ്പോൾ ഞാൻ ദേ വീണ്ടും വന്നിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല, പക്ഷേ ഇനി തൊട്ട് ഇടണം എന്ന് ഞാൻ മനസ്സിലിങ്ങനെ എന്താ പറയുക എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് മുടി പിടിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശരിയാണ്, ഞാൻ മുടിയുടെ ഒരു ഹെയർ മാസ്ക് കൊണ്ടാണ് വന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ യൂസ് ചെയ്തതെന്ന് പറയുന്നില്ല, കാരണം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വല്ല റിസൾട്ടും കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ മാസ്കിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന്. നിങ്ങൾക്ക് എൻ്റെ മുടി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എത്ര നല്ല മുടിയാണ് എനിക്ക് കിട്ടിയേക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ മുടി എനിക്ക് നല്ല കൊഴിച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ മുടി കൊഴിച്ചിൽ കുറവാണ്, പക്ഷെ താരനുണ്ട്, നന്നായിട്ട് താരനുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ആ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ മുടി നീളം വെക്കുന്നുണ്ട്. അതിൻ്റെ അമ്മയുണ്ട് അതിൻ്റെ ഇടയിൽ വന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തലയിൽ തേച്ച് മസാജൊന്നും ചെയ്തിട്ടില്ല, തേച്ചിട്ട് സ്കാൽപ്പിലും പിന്നെ നമ്മുടെ മുടിയുടെ തുമ്പത്തൊക്കെ തേച്ച് വെച്ച് ഒരു അരമണിക്കൂറോളം ഞാൻ തേച്ച് വെച്ച് ഇരുന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ നോർമൽ ഷാമ്പു, നമ്മൾ ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത് ആ ഷാമ്പു ഇട്ടിട്ട് ഞാൻ വാഷ് ചെയ്ത് കളയുക ചെയ്തത്. അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ തലയിൽ ഇരിക്കും. ഇപ്പോൾ സ്മെല്ലെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒപ്പം ഞാൻ വേറൊരു ഐറ്റം കൂടി, എൻ്റെ മുടിയാണെങ്കിൽ പൊട്ടിയിട്ടാണോ പോകുന്നത്, പുതിയ മുടിയാണോ വരണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവിടെ ഇവിടെയൊക്കെ ഓരോ മുടികൾ ഇങ്ങനെ പൊട്ടി നിൽക്കണം കാണാനുണ്ട്. അപ്പോൾ ഇത് തേച്ചിട്ട് ഞാൻ മുടി വളരുമോ ഇല്ലയോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് പറഞ്ഞുതരാം. അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.